ഇന്നലത്തെ അത്ര സ്മൂത്ത് ആയിരുന്നില്ല ഇന്നലത്തെ ഫാമിലി എന്ന് പറയുന്നത്. അക്ബറിന് ആദ്യം തന്നെ ആ ഒരു ടാസ്ക് ഒക്കെ കിട്ടി. അക്ബർ സെയിം ഒരു റെപ്പറ്റീഷൻ ആയിരുന്നു ടാസ്ക് ഒക്കെ ആണെങ്കിലും തന്നെയും. പക്ഷെ അക്ബർ ഭയങ്കര ഇമോഷണലി വീക്കായി പോയി. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഹിന്റുകളൊക്കെ അക്ബറിന്റെ ഉമ്മായും വൈഫും വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് കൊടുത്ത ഹിന്റ് എന്ന് പറയുന്നത് ആ ബീൻ ബാഗിൽ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കാതെ കുറച്ചങ്ങോട്ടൊക്കെ ഇറങ്ങി അങ്ങോട്ട് നടക്ക് എന്ന് പറയുന്നുണ്ട്. അതേ ഉണ്ടായിരുന്നുള്ളൂ അക്ബറിന്റെ കാര്യത്തിൽ. പക്ഷേ അക്ബറിന്റെ ഉമ്മ അവിടെ ആദിലയും നൂറയും ചേർത്തു പിടിച്ച് എൻ്റെ മക്കളാണ്, നിങ്ങളും എൻ്റെ മക്കളാണ്, എല്ലാവരും എൻ്റെ മക്കളാണ് എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒരു ഇന്നലത്തെ കണക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു. അക്ബറിന്റെ ഉമ്മയും വൈഫും ഒക്കെ അടിപൊളി എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചെല്ലാം ഓക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ജാസ്മിൻ മൂസ ആൻഡ് ദിയ സന ബിഗ് ബോസിലേക്ക് എൻറ്റർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അവിടെ കളിയൊന്നും മാറി. അവിടെ ദിയാസനെയൊക്കെ വന്നിട്ട് നെഗറ്റീവ് ആക്കും, ഭയങ്കര ബോറാക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ആദിലേക്കും നൂറയ്ക്കും ഇപ്പൊ കിട്ടുന്ന വോട്ടും കൂടെ നശിപ്പിക്കും എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചധികം നമ്മളൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇവർ എവിടെ പോയി സംസാരിക്കുന്നു, ആരടുത്ത് സംസാരിക്കുന്നു. പക്ഷേ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അവർ വന്നത് മറ്റ് പല മത്സരാർത്ഥികൾക്കും ഗുണം ചെയ്തേ കണ്ടിട്ടുള്ളൂ. അതായത് ദിയാസനയും ജാസ്മിനും വന്നിട്ട് ഇവിടെ വന്ന് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്, നെവിനോട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവരുടെ അടുത്തും കുറേ സംസാരിക്കുന്നുണ്ട്. ഒനീലിന്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ആര്യൻ, ജിസേല് ഇവരോട് കുറെ സംസാരിക്കുന്നുണ്ട്. അക്ബറിനോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ദെൻ ദിയ വന്നിട്ട് ആദിലടുത്തും നൂറടുത്തും ഒരു കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. മറ്റൊന്നുമല്ല, അക്ബറിന്റെ ഉമ്മ ഈ പറയുന്നവരെ എന്തുവാ ഇവരുടെ അടുത്ത് മിണ്ടരുത്, അക്ബറിന്റെ അടുത്ത് ഇവർ മിണ്ടാതെ ഇരിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതായിട്ട് ആദിലെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്കിടയിൽ ഉണ്ടാക്കിയത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് ദിയ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു നല്ല കാര്യമായിരുന്നു. പക്ഷെ ദിയാസിനെ പിന്നെ സംസാരിച്ചതല്ല, പിന്നെ കൂടുതലും ജാസ്മിൻ മൂസ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമുക്ക് അവിടെ കുറച്ചും കൂടെ ആ ഒരു ഇമ്പാക്ട് കാണാൻ സാധിക്കും. എന്തായിരുന്നു ജാസ്മിൻ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. റോബിനുമായിട്ട് നേർക്ക് നേർ നിന്ന് വെല്ലുവിളിച്ച ആ ഒരു ഭയങ്കര ശക്തമായിട്ടുള്ളൊരു എതിരാളിയായിരുന്നു. റോബിന് പറ്റിയ ഒരു നല്ലൊരു എതിരാളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ. പിന്നെ അങ്ങോട്ട് റിയാസ് കയറി വന്നു. റോബിനും റിയാസും തമ്മിലുള്ള കലബിലയൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് കണ്ടത്. പക്ഷേ ഈ ഒരു ജാസ്മിൻ പഠിച്ചു വെച്ചിരിക്കുന്ന ബിഗ് ബോസിന്റെ ആ ഒരു തിയറി ഉണ്ടല്ലോ, അതൊരു ഗെയിം സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗെയിം ടാക്ടിക്സ് എന്നൊക്കെ പറയുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ആര്യന്റെ കയ്യിലേക്ക് കൊടുത്തതുപോലെ തോന്നി. അതായത് ഇവർ രണ്ടുപേരും വന്നിട്ട് പലതവണയായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്ക്, ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്ക്. ഈ ഒരു വാക്ക് ആര്യൻ, ജിസേൽ ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഷാനവാസിന് ഇന്നലെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ വൈഫിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഷാനവാസിന്റെ വൈഫ് എന്തായാലും എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു വെച്ചിട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ലൈവിൽ ഇവരുടെ രണ്ടുപേരുടെയും കോൺവെർസേഷൻസ് അധികം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഷാനവാസിന് എന്തോ ഒരു അല്ലെങ്കിൽ ഇത് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഗസ് ചെയ്യുന്നത് തെറ്റായിരിക്കും. പകരം ഷാനവാസിന്റെ വൈഫും മകളും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഷാനവാസ് കുറച്ചും കൂടെ എനർജി ആയതായിരിക്കാം. പിന്നെ ഒറ്റയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കണം എന്നെല്ലാം പറഞ്ഞു കാണുമായിരിക്കും. എന്തായാലും ശരി, ഇന്ന് ഈ ദിയാസനയും ജാസ്മിനും വന്നിട്ട് കുറെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആര്യനും ജിസേലും തമ്മിൽ ചെറിയൊരു വഴക്കിലേക്ക് കൊണ്ടുപോയി. കാരണം ഇൻഡിവിജ്വലി കളിക്ക് എന്ന് എടുത്തെടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ജിസേലിനും ആര്യനും അത് കൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടതിന്റെ പേര് ഇവർ രണ്ടുപേരും, അത് ആര്യൻ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആര്യൻ പറയുന്നുണ്ട്, ഈ ഇൻഡിവിജ്വലി കളിക്കാന്ന് പറഞ്ഞാൽ എന്തുവാ അർത്ഥം? നമ്മൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു, നീ നിനക്ക് തോന്നിയ ഒരാളെയല്ലേ നോമിനേറ്റ് ചെയ്യുന്നത്, നിന്റെ ഒരു ആശയമല്ലേ നീ അവിടെ പറയുന്നത്. പിന്നെന്തുവാ, ടാസ്ക് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന് നമ്മൾ ആ ഒരു വീട്ടിൽ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ വീട്ടിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു, നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നു, നിനക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നീ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ വേറെ ടാസ്ക് വേറെ, ഹൗസ് വേറെ. ടാസ്കിൽ 100% കൊടുക്കുക, ഹൗസിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. ഇതാണ് നമ്മുടെ ആര്യന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. പക്ഷെ ജിസേൽ ഇത്തരത്തിലല്ല കേട്ടോ അവിടെ ഇപ്പം ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാസ്കിലും പ്രത്യേകിച്ച് വലിയൊരു ആക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആദ്യത്തെ ഒരു 3 ആഴ്ച വരെയൊക്കെ നല്ല രീതിയിൽ പോയ ഒരു വ്യക്തിയാണ് ജിസേൽ. അത് അനുമോൾ ഉണ്ടായതുകൊണ്ടാണെന്ന് തന്നെ എടുത്തു പറയാം. കാരണം അനുമോളുമായിട്ട് വഴക്കടിക്കാൻ വേണ്ടിയിട്ട് ജിസേലും നന്നായിട്ട് ആക്റ്റീവായിട്ട് നിന്നിരുന്നു. പക്ഷെ അനുമോൾ ഇപ്പൊ ജിസേലിന്റെ അടുത്ത് ആ വഴക്ക് കൊണ്ട് ചെല്ലാത്തത് കൊണ്ട് ജിസേലും അങ്ങ് ഓക്കെ അനുമോളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോകാം എന്ന് തീരുമാനിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു പക്ഷേ ആ വൈൽഡ് കാർഡ് വന്നപ്പോൾ അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് കയറിയിട്ട് ജിസേൽ പ്ലേറ്റ് മാറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ മൂസ ഈ പറയുന്ന ഒന്നീല്, അക്ബർ, ജിസേൽ, ആര്യൻ ഇവരുടെ അടുത്ത് മാത്രമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന വഴിക്ക് ജാസ്മിൻ
കുറച്ചധികം കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളല്ല, പഴയ ബിഗ് ബോസിനെ കുറിച്ച് പുള്ളിക്കാരിക്ക് പറയാൻ അതൊക്കെയാണല്ലോ ഒരു കോമൺ വിഷയം എന്ന് പറയുന്നത്. പുള്ളിക്കാരി അതൊക്കെ ഇരുന്ന് അങ്ങ് പറയാണ്. അതായത് ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ സീസണും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് സ്ട്രാറ്റജീസ് ഒന്നും ഇവിടെ മാറിയിട്ടൊന്നുമില്ല. എല്ലാ സീസണിലും ഇതിനൊക്കെ വരും. ആദ്യം തന്നെ കുറച്ചു പേരെ ഒന്ന് നെഗറ്റീവ് ആക്കും, പിന്നെ തുടക്കം തന്നെ ആ ബിഗ് ബോസിൽ വന്ന ആ ആള് നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവസാനം വരെ അയാൾ ഒരു നെഗറ്റീവ് പേഴ്സൺ ആണ് അവിടുത്തെ ഹൗസിലുള്ള എല്ലാവർക്കും. പക്ഷേ അയാൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നല്ല ക്യാരക്ടറായിട്ട് മാറും, പ്രേക്ഷകർ ഏറ്റെടുക്കും. അപ്പോൾ ഈ പറയുന്ന വില്ലന് അവിടെ നല്ലൊരു എന്താ പറയാ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു വില്ലത്തരം കാണിച്ച് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആയി എന്നൊരു തോന്നൽ വരും. ഈ ഒരു മീനിങ്ങിൽ ജാസ്മിൻ സംസാരിച്ചപ്പോഴത്തേക്കും ജാസ്മിൻ പറഞ്ഞ ഈ നെഗറ്റീവ് ആയ വ്യക്തി പോസിറ്റീവായി മാറിയ വ്യക്തി ആരിന്റെ കാൽക്കുലേഷനിൽ അനീഷാണ്. എപ്പോഴും ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും ബിഗ് ബോസ് സീസണിൽ ഒരു വിൻ ചെയ്യുക എന്നുള്ളത് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ റോബിനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാം. കാരണം റോബിൻ ആ സീസണിൽ ഭയങ്കര ടോക്സിക് ആയി, പക്ഷേ പകുതിക്കങ്ങ് ഇറങ്ങി പോകേണ്ടി വന്നു, എവിക്റ്റ് ആക്കി വിട്ടു. എവിക്റ്റ് ആക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സീസൺ റോബിൻ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കഴിഞ്ഞ സീസണിന്റെ കാര്യം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പോലും കൺസിഡർ ചെയ്യണ്ട. പക്ഷേ റോബിൻ എവിക്റ്റ് ആക്കി വിട്ട് റോബിൻ അങ്ങ് പോയത് കൊണ്ട് തന്നെ റോബിന്റെ പാർട്ട്ണർ എന്ന നിലയിൽ ദിൽഷ കയറി സ്കോർ അടിക്കുകയാണ് ചെയ്തത്. അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്, അത് അങ്ങനെ തന്നെയാണ് ജാസ്മിനും കരുതി വെച്ച് പറയുന്നത്. അപ്പൊ ആരിനത് അസ്യൂം ചെയ്യുന്നത് അനീഷാണ് ഇപ്പൊ ഇവിടെ നെഗറ്റീവായിട്ട് വന്നു, പിന്നെ അങ്ങ് പോസിറ്റീവായി. അപ്പൊ ആ ഓളം അനീഷിന് കിട്ടിയിട്ടുണ്ട്. ടോക്സിക് ആയിട്ടൊരു വ്യക്തിയാണ് ഇവിടെ കപ്പടിക്കാൻ പോകുന്നത്, അയ്യേ ഇത് എന്തിങ്ങനെ എന്നൊക്കെ ആര്യൻ അവിടെ സംസാരിക്കുന്നുണ്ട്. സോ ദിയാസനയും ജാസ്മിനും വന്നത് ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നേ ഇല്ല. അവിടെയുള്ള എല്ലാവരെയും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് രണ്ടാളും പോയത്. പക്ഷെ സപ്പോർട്ട് എത്തരത്തിൽ അവർക്കത് കിട്ടി, അവരത് എങ്ങനെയാണ് കൺസ്യൂം ചെയ്തത് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും ഒരു വലിയ വഴക്കിനി വരാൻ പോകുന്നുണ്ട്. അപ്പൊ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ വരാം. നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.